അവിടെ നിന്ന് കൊടുക്കുന്നത് അല്പം തൃമധുരം മാത്രമാണ്. ആ തൃമധുരം കൊണ്ട് രക്ഷപ്പെട്ട് എത്രയോ ആൾക്കാരുണ്ട്. IG ശാന്താറാം മുതൽ വളരെ താഴ്ന്ന ആൾക്കാർ വരെ അവിടെയുണ്ട്. മന്ത്രിമാർ വരെ. ചെന്തമിഴൻ എന്ന് പറഞ്ഞ് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വന്നു. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ തീർന്നു. ജയലളിത ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട സഹായം ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും പ്രധാനം നമുക്കുണ്ടായി. ഇവിടെയല്ല, പുറത്താണ് നമുക്ക് എത്രയും വലിയ സഹായം കിട്ടിയിട്ടുള്ളത്. എഴുതിയൊക്കെ ഈ വിഗ്രഹത്തിൻ്റെ ഇത് തൊട്ടുതലയിൽ വെച്ച ആളാണ്. അവരൊക്കെ നല്ല സഹായങ്ങൾ നമുക്ക് ചെയ്തു തന്നു. അങ്ങനെയാണ് ഇതൊക്കെ പൂർണ്ണമാക്കാൻ കഴിഞ്ഞത്. ഈ തളിപ്പറമ്പ് ഗ്രാമത്തിൽപ്പെട്ട 16 നാഴിക ചുറ്റളവിൽപ്പെട്ട സ്ഥലത്താണ് ഈ നണിയൂർ ദുർഗാ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ദുർഗയാണ്. ദുർഗ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ദുർഗയാണ്. അതിസൗമ്യമാണ്, അതിരൗദ്രമാണ്. എന്താണോ മുന്നിൽ നിന്ന് സത്യസന്ധമായി പറയുന്നത് അത് സാധിപ്പിച്ച് തന്നിരിക്കും. അതിൽ ഒരു സംശയവും ഇല്ലാത്ത വിധത്തിലുള്ള അനുഭവസ്ഥർ എത്രയോ ഉണ്ട്. ഇന്നും അവിടെ പോയി പ്രാർത്ഥിക്കുന്നവർക്ക് അത് ഫലത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ചങ്ങായിമാരെ, അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട് ഇവിടെ. അയ്യപ്പൻ്റെ ക്ഷേത്രം പുറത്തിറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് അല്ലേ? എവിടെയാണ് നിങ്ങൾ? ഇത് കുറേ വർഷം പഴക്കമില്ല? അതെയാ. ഈ അമ്പലം വള്ളൂർ മഹാവിഷ്ണു ക്ഷേത്രം എത്ര വർഷം പഴക്കമുണ്ടാവും? കാണുമ്പോൾ നല്ലൊരു പഴക്കം തോന്നുന്നുണ്ടല്ലേ? എത്രയോ അത്രക്ക് പുരാതന കാലമുള്ളതാന്നാ പറയുന്നത്. നിങ്ങളെ ആൾക്കാരുടെ വന്നിട്ട് പേരെന്താ നിങ്ങളെ? എന്റെ പേര് ജാനകി. ഞാനിവിടെ 10-40 വർഷമായി പരിപാലിക്കുന്നു. അതെയാ. എന്നിട്ട് അങ്ങനെ ദൂരേന്ന് ഒരു നമ്പൂരി, ഒരു സന്യാസിയായ ആളാണ്. വരുമ്പോ ഞാനിവിടെ അടിച്ചു വരുന്നു. എന്നോട് പറഞ്ഞു ഒരു പ്രതീക്ഷയും ഞാനൊന്നും പൈസ ഒന്നും മേടിക്കൂല. പറഞ്ഞു ഇവിടത്തേക്ക് വേണ്ടി എല്ലാം ചെയ്ത പുഷ്പം പറിച്ചിട്ടാ വരും. അത് ദിവസം അപ്പുറം അടിച്ചു വാരി ആടിയും വെച്ച് അടിച്ചു തെളിച്ചു ഇവിടെ വരും. അത് ചെയ്താൽ മതി. എന്നിൻ്റെ ഇപ്പോൾ കുറച്ചൊക്കെ 5 മണിക്ക് നമ്മൾ ഒരു പൂജക്ക് ഇരുന്നതിന്, പൂജ ഒരു ധ്യാനത്തിന് ഒരു അരി വെച്ച് അതിൻ്റെ അകത്തൊരു തേങ്ങ വെച്ച് ആ തേങ്ങ നമ്മൾ രാവിലെ ജപിക്കാൻ തുടങ്ങി സന്ധ്യ വിളക്കത്തിക്കുന്നവരെ ജപിച്ചു. അന്നേരം ആ തേങ്ങ ഇങ്ങനെ കയറി വന്നു. ഇത് നാരായണനെയും രാമനെയും വിളിക്കുന്നു. അത് ഈ അമ്പലം തേച്ച് ഞെറുങ്ങും അങ്ങനത്തെ വിളി. അയാൾ എങ്ങനെയാ ഇങ്ങനെ ആ സമയം വരെ ഞാൻ ഇരുന്നില്ല. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാമി ശരണം. അമ്മ ഇന്നലെ വചനത്തിനായിട്ട് ഒച്ചയെല്ലാം പോയ നിങ്ങള്? എന്നാലും ഏറ്റുപാടൂലേ ചങ്ങായിമാരെ? മണ്ഡലകാലത്തെ അമ്പലർച്ചനത്തിന്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ദർശനം നടത്താൻ പോകുന്ന അമ്പലം നണിയൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലാട്ടാ. അവിടെ നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരു ചങ്ങായി അന്നേ പറഞ്ഞിരുന്നു നമ്മൾ അമ്പലത്തിൽ ഒരു ദിവസം വരുമെന്ന്. ആ ചങ്ങായി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു അമ്പലം ഉള്ളതല്ല നമുക്ക് അറിഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ലതീഷേട്ടനോട് വഴിയെല്ലാം ചോദിച്ച് അവിടത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയായിരുന്നു. നമ്മളെ അമ്പല ദർശനം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് പറശ്ശിനിക്കടുത്തുള്ള നണിയൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോ അമ്മയോട് നമുക്ക് ചോദിച്ചു നോക്കാലോ, അമ്മ പോയിട്ടുണ്ടോ? പോയിട്ടില്ലല്ലേ? നമുക്ക് അറിയാൻ അങ്ങനെ അവരുള്ള ഇല്ലല്ലേ? നമുക്ക് രണ്ടാക്കും അറിയില്ല. നമുക്കെന്താ പറയാനില്ല, ഈ നമ്മുടെ അമ്പലങ്ങളിൽ ഇപ്പം കുറെ അമ്പലങ്ങളിൽ പോയില്ലേ, അതിനെ പറ്റിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്ന വിചാരിച്ചില്ല. ഇല്ലല്ലേ? ഇതെല്ലാം പെട്ടെന്ന് അയ്യപ്പന്റെ ഒരു കളിയാന്ന്. അയ്യപ്പൻ എന്നാ പറയണ്ടേ, എന്നെ കൊണ്ടുപോന്നെ എന്നാ എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയി അവിടുത്തെ കാഴ്ചയും സാധാരണ പറയുന്ന പോലെ തന്നെ ഐതിഹ്യമൊക്കെ പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും തിരക്കാണ്. അതാ പ്രശ്നം. നമ്പൂരി മേൽശാന്തിയൊക്കെ രാവിലെ ഭക്തന്മാർ വരുമ്പോൾ പ്രസാദം കൊടുക്കാനും തെറുപ്പള്ളിയിലൊക്കെ ആയും എല്ലാ കാര്യങ്ങളും നോക്കാൻ അവരൊറ്റക്കല്ലേ ഉള്ളൂ. അതാണ്. നമുക്കെന്നാ നേരെ പോവാം.
ചങ്ങായിമാരെ, ഈ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന്, നണിയൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടാ. 108 ദുർഗാലയങ്ങളിൽ വടക്ക് ഭാഗത്ത് മുഖമുള്ള ലോകത്തിലെ ഒരേ ഒരു ദുർഗാ ഭഗവതി ക്ഷേത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അത് ഇവിടെയുള്ളതാണ്. അതുപോലെ തന്നെ സിദ്ധിവിനായകനുണ്ട്. ഈ ദുർഗാദേവീൻ്റെ നടയിൽ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുമെന്നാണ് ഇവിടുത്തെ നമ്പൂരി പറഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട് ഇവിടത്തേക്ക് എന്ന് പറഞ്ഞത്. എല്ലാവരെയും പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടന്നിട്ട് അനുഭവങ്ങളും ഇവിടെ വന്ന് പറയാറുണ്ടെന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞു. ചങ്ങായിമാരെ, നമ്മൾ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയേട്ടാ. ഇവിടെ നമ്പൂരിക്ക് എല്ലാം പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട് പറഞ്ഞു, പക്ഷെ സമയമില്ല. സമയത്തിൻ്റെ കുറവുകൊണ്ട് അദ്ദേഹം പിന്നെ പറയാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നോക്കിയിട്ട് അത് ചെയ്യാം. ഇവിടെ അടുത്ത് തന്നെയാണ് ഊട്ടുപുരം മഹാവിഷ്ണു ക്ഷേത്രം. ആ ഊട്ടുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലും കൂടെ ഒന്ന് പോവാന്ന് വിചാരിക്കുന്നു, അല്ലേ? അപ്പോൾ അവിടത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടി കാണാം. അവിടെ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ ആയതുകൊണ്ട് അവർക്ക് സമയം ഉണ്ടാവില്ല. ഭക്തന്മാർ വരുന്നതും പൂജ ചെയ്യേണ്ടതും എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ, ഒരാൾ ഒറ്റയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും. നോക്കാം നമുക്ക് പോയിട്ട്. നമസ്കാരം. നമസ്കാരം. എന്താ അങ്ങയുടെ പേര്? ദാമോദരൻ നമ്പൂതിരി, മാക്കന്തേരിയില്ല. മാക്കന്തേരിയില്ലല്ലേ? ഈ നണിയൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അതിന് മുന്നേ അങ്ങ് അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞു. അതൊന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ 1998 നണിയൂർ ക്ഷേത്രത്തിലേക്ക് ശാന്തിയായി വന്നത്. ആദ്യം കുറ്റ്യാട്ടൂർ മഹാശിവക്ഷേത്രത്തിലും അവിടുന്ന് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലും അവിടുന്നാണ് ഇങ്ങോട്ട് നണിയൂരേക്ക് വന്നത്. വരുന്ന സമയത്ത് വളരെയധികം പരിതാപകരമായ അവസ്ഥയിലായിരുന്നു ക്ഷേത്രം. കുപ്പിയിൽ തിരിയിട്ട് ആ എണ്ണ എടുത്ത് അതിനെ കൊണ്ട് കത്തിക്കുന്ന ആ സമയമായിരുന്നു ക്ഷേത്രം അന്നുള്ളത്. ഒരു മിനിറ്റ് പോലും തിരി കത്താൻ വിളക്ക് കത്തൂല. എങ്കിലും അത് ഉയർത്തിക്കൊണ്ടുവരണമെന്നുള്ള ആത്മാർത്ഥമായ ഒരു ശ്രമം. ഉണങ്ങിക്കിടക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും, ഉദ്ദീപിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു മാനസികമായ ഒരു ഇതുകൊണ്ട് അങ്ങനെ ആ അമ്മയെ മനസ്സറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ച് പൂജ നടത്തിയത് കൊണ്ട് ഇന്ന് ഈ നിലയിൽ ഉയർന്നു വന്നു. ഈ നാട്ടിൽ എല്ലാവർക്കും അനുഗ്രഹവർഷം ചൊരിഞ്ഞു. എത്രയോ കുട്ടികളുടെ അദ്യാക്ഷരം കുറിക്കാനും സംസാരിക്കാൻ പറ്റാത്തവർക്ക് സംസാരം ഉണ്ടാക്കി കൊടുക്കാനും രോഗമായിട്ട് വരുന്നവരെ രോഗം മാറ്റി കൊടുക്കാനും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ കൊടുക്കാനും പറ്റിയ അമ്മയാണത്. ഇവിടുത്തെ സാഹചര്യം നല്ലതാണ്. അങ്ങനെ അനാഥമായി കിടക്കുന്നതിനെ നാഥത്തിലേക്ക് കൊണ്ടുവന്നു. അതിനിടയിൽ തന്നെ 2002 ഏപ്രിൽ 24 ഒരു മോഷണം ഉണ്ടായി. വിഗ്രഹവും പഞ്ചലോഹ വിഗ്രഹവും എല്ലാ ആഭരണങ്ങളും എല്ലാം മോഷ്ടിച്ചു പോയി. അത് കഴിഞ്ഞ് 2009 2 പ്രാവശ്യം കളവ് പോയി. ആ 2 പ്രാവശ്യത്തെ കളവ് നമുക്ക് പിടിക്കാൻ കഴിയും. നമ്മൾ എന്തായാലും അത് പിടിച്ചേ അടങ്ങൂ എന്നുള്ള ദൃഢപ്രതിജ്ഞയിൽ വളരെയധികം പ്രയത്നിച്ച് ആ 2 കളവും പിടിച്ചു. ഈ 2002 കളവ് പോയത് പിടിക്കാൻ പറ്റിയില്ല. എങ്കിലും വിഗ്രഹം ദൂരെയെവിടെയും പോയില്ല എന്നുള്ളത് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ആ പരിസരത്ത് എവിടെയോ മറച്ചു വെച്ചിട്ട് ഇതൊരു ക്ഷേത്രം നന്നാവുന്ന സമയത്തുണ്ടായ ഒരു പ്രയാസമാണ് ഉണ്ടായത്. അന്ന് 2002 ഈ ഏപ്രിൽ മാസം ആദ്യമായിരുന്നു ഉത്സവം. ആ ഉത്സവ സമയത്ത് സർവാഭരണഭൂഷിതമായിട്ട് ഈ വിഗ്രഹത്തെ ഈ പൊട്ടും മാലയും സ്വർണ്ണാഭരണങ്ങളെ കൊണ്ട് അഭിഷേകമായിരുന്നു അന്ന്. അങ്ങനെ നടത്തി വന്നതാണ്. അപ്പോൾ ഇത് കണ്ട് ഭ്രമിച്ച ആൾക്കാർ ചെയ്തവർ ഇതാണ് ഈ ഉയർന്നു വരുന്നതിലുള്ള അസൂയ. അത് നമ്മളും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്നതിന് തന്നെ നമുക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് 29 കൊല്ലത്തെ സർവീസ് അവിടുന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞ്
ഇതിൽ അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് ആ സമയമാകുമ്പോഴേക്ക് തന്നെ അമ്പലം പൂർണ്ണമായും പുതുക്കിപ്പണിത് പുതിയ വിഗ്രഹം ഉണ്ടാക്കി 2012 അത് കലശങ്ങൾ നടത്തി. അതെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കുട്ടികളുടെ താലിഭാഗ്യത്തിൽ അവർ തന്നെ 1 മില്യൺ മുതലുള്ള സ്വർണ്ണങ്ങളും കുട്ടികളുണ്ടായതിന് കിട്ടിയ സ്വർണത്തിൻ്റെ സാധനങ്ങളും എല്ലാം കൊണ്ടാണ് വിഗ്രഹം ഉണ്ടാക്കാനും അത് വേണ്ട വിധത്തിൽ ഈ ശ്രീകോവിലൊക്കെ പുതുക്കിപ്പണിത് അതിനെ വളരെ ചിട്ടയോടുകൂടി കലശം നടത്താനും സാധിച്ചത്. അത് അമ്മയുടെ ഒരു കാരുണ്യം മാത്രമാണ്. അതിൽ ഞാനൊരു ഭാഗവാക്ക് മാത്രമാണ്. ഈ നാട്ടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇതൊക്കെ സമർപ്പിച്ച് ഞാൻ പടിയിറങ്ങുകയാണ്. അപ്പോൾ ഇത് ഏത് കാലത്തും ഈ നാട്ടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ തളിപ്പറമ്പ് ഗ്രാമത്തിൽപ്പെട്ട 16 നാഴിക ചുറ്റളവിൽപ്പെട്ട സ്ഥലത്താണ് ഈ നണിയൂർ ദുർഗാഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഈ നാരായണി നെല്ലൂർ എന്നാണ് സ്ഥലത്തിൻ്റെ നാമധേയം. അത് ചുരുങ്ങിയിട്ടാണ് നണിയൂരായി മാറിയത്. അപ്പോൾ ഇതിൽ ശിവര്യന്മാരായിട്ടുള്ളവർ അത്രയും നന്നായി പൊതിച്ച് നല്ലൊരു പഞ്ചലോഹ വിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മത്സരം കൊണ്ട് കൊലച്ചേരി എന്നൊരു ഗ്രാമം, നമ്പൂതിരിമാരെ മുഴുവൻ അങ്ങോട്ട് യുദ്ധം നടത്തി നശിച്ച സ്ഥലമാണ് ഈ കൊളച്ചേരി എന്ന് പറയുന്ന കൊലച്ചേരി. ഇന്നും ചോരക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ചെറുക്കത്തമ്പുരാൻ്റെ കീഴിൽ ആയിരുന്നു പിന്നെ ബ്രാഹ്മണാധിപത്യത്തിലുണ്ടായിരുന്നായിരുന്നു. അത് ചെറുക്കത്തമ്പുരാൻ്റെ പിടിച്ചെടുക്കലോടുകൂടി ചെറുക്കത്തമ്പുരാനായ അധീനതയിലാവുകയും അതിൽപ്പെട്ട ഇതിലാണ് ഈ യുദ്ധമൊക്കെ നടന്നത്. അങ്ങനെ ഈ ദുർഗയാണ്. ദുർഗ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ദുർഗയാണ്. അതിസൗമ്യമാണ്, അതിരൗദ്രമാണ്. എന്താണോ മുന്നിൽ നിന്ന് സത്യസന്ധമായി പറയുന്നത് അത് സാധിപ്പിച്ച് തന്നിരിക്കും. അതിൽ ഒരു സംശയവും ഇല്ലാത്ത വിധത്തിലുള്ള അനുഭവസ്ഥർ എത്രയോ ഉണ്ട്. ഇന്നും അവിടെ പോയി പ്രാർത്ഥിക്കുന്നവർക്ക് അത് എത്തിച്ചേരുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വിളക്കെത്തിക്കാനില്ലെങ്കിൽ ഞാൻ വരുന്ന സമയമാകുമ്പോഴേക്ക് 2012 ശേഷം അവിടെ നെയ്യ് വിളക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കിൻഡൽ കണക്കിന് നെയ്യ് സ്റ്റോക്കാണ്. എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കൊടുക്കുന്നത് അല്പം ത്രിമധുരം മാത്രമാണ്. ആ ത്രിമധുരം കൊണ്ട് രക്ഷപ്പെട്ട് എത്രയോ ആൾക്കാരുണ്ട്. IG ശാന്താറാം മുതൽ വളരെ താഴ്ന്ന ആൾക്കാർ വരെ അവിടെയുണ്ട്. മന്ത്രിമാർ വരെ. ചെന്തമിഴൻ എന്ന് പറഞ്ഞ് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വന്നു. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ തീർന്നു. ചേലെഴുത ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട സഹായം ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും പ്രധാനം നമുക്കുണ്ടായി. ഇവിടെയല്ല, പുറത്താണ് നമുക്ക് എത്രയും വലിയ സഹായം കിട്ടിയിട്ടുള്ളത്. എഴുതിയൊക്കെ ഈ വിഗ്രഹത്തിൻ്റെ ഇത് തൊട്ടുതലയിൽ വെച്ച ആളാണ്. അവരൊക്കെ നല്ല സഹായങ്ങൾ നമുക്ക് ചെയ്തു തന്നു. അങ്ങനെയാണ് ഇതൊക്കെ പൂർണ്ണമാക്കാൻ കഴിഞ്ഞത്. ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു ഇതാണ് ഈ ചെണ്ടമഴ് എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലെ. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും വലിയ കേളിയോടുകൂടി നടന്ന ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇതിൽ ചെറുക്കക്കോവിലത്ത് തന്നെ അറിയപ്പെടുന്ന വിധത്തിൽ എത്തിച്ചേർന്നു. അറിയപ്പെടുന്ന ഇവിടെയല്ല, പുറം ലോകമാണ് ഏറ്റവും കൂടുതൽ അറിഞ്ഞത്. എറണാകുളം മുതൽ കൊല്ലൂർ വരെയുള്ള ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. അതുകൊണ്ട് ചെയ്യാറുണ്ട്. കർണാടകത്തിലും അങ്ങനെ ബാംഗ്ലൂർ ഭാഗത്ത്, തമിഴ്നാട് ചെന്നൈ ഭാഗത്ത്, ഇങ്ങനെ കോയമ്പത്തൂർ, അങ്ങനെ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കോയമ്പത്തൂർ SP ഒരു ദിവസം വന്നപ്പോൾ ഈ കാര്യത്തെ പറ്റിയെല്ലാം വിശദീകരിച്ചു തന്നു. നമ്മളിതൊന്നും വലിയ പ്രശസ്തിക്ക് വേണ്ടി കൊടുത്തതൊന്നുമല്ല, അനുഭവസ്ഥരെ ഓരോന്ന് പറഞ്ഞു വന്നതാണ്. ഇന്നും ആ നിലയിൽ നല്ല നിലയിൽ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ്. എല്ലാവർക്കും വേണ്ട വിധത്തിൽ മംഗളം ഇതാക്കും. സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അതുപോലെ തന്നെ ഈ 108 ദുർഗാലയങ്ങളിൽ വടക്കോട്ട് മുഖമുള്ള ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രം ഇതാണെന്ന് പറയുന്നത് അതിൻ്റെ അങ്ങനെ പറയാൻ പറ്റില്ല. ക്ഷേത്രത്തെ ഇവിടെ വടക്കോട്ട് മുഖമായിട്ടാണ് ഉള്ളത്.
നമ്മൾ എല്ലാ 108 ക്ഷേത്രങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടില്ല. എങ്കിലും അറിഞ്ഞിടത്തോളം ഇതിനൊരു പ്രാധാന്യമുണ്ട്. വടക്കോട്ടുള്ളതിന് അതിസൗമ്യവും അതിരൗദ്രവും ഉണ്ടാവും എന്നുള്ളത്, അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആചാര്യന് പോലും കിട്ടാത്ത സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, അമ്മ ഇപ്പോഴും നമ്മെ കൈവിട്ടിട്ടില്ല. എന്ത് പ്രയാസം വന്നാലും ആ പ്രയാസം ഞാൻ അറിയാറില്ല. അവിടെ തെക്കോട്ട് അഭിമുഖമായിട്ട് ഒരു ഗണപതിയാണുള്ളത് ഉപദേവനായിട്ട്. ആ ഉപദേവൻ 8 കൈകളോടുകൂടിയാണ്. ശക്തിയെ കയ്യിൽ മടിയിലിരുത്തിക്കൊണ്ടാണ് അവിടുത്തെ ഉപദേവൻ. ഇന്നിപ്പം ഗണപതിക്കും നമ്മൾ കാര്യമായ ഇതൊന്നും ചെയ്യാറില്ലെങ്കിലും കൊടുക്കുന്നത് വളരെ ഇഷ്ടമാണ്. എന്തും തരും, അറിഞ്ഞു തരുന്ന ഗണപതി തന്നെയാണ്. ഒന്നിനും ഒരു പ്രയാസം ഇല്ല. വന്നവർക്ക് സമാധാനവും സ്വസ്ഥതയും ധാരാളം പ്രദാനം ചെയ്യുന്നു. ശരി, അങ്ങനെ കാണാനും സംസാരിക്കാനും പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ വളരെയധികം സന്തോഷം. നമ്മൾ അങ്ങയോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും എല്ലാം അറിയിക്കുന്നു. എല്ലാം നമസ്കാരം, നന്ദി. ചങ്ങായിമാരെ, നമ്മൾ പറഞ്ഞ പേരിൽ ചെറിയൊരു മാറ്റമുണ്ട് കേട്ടാ. ഒഴലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടാ. ഞാൻ നേരത്തെ ഊട്ടുപുറന്നുണ്ട്, ആ ബോർഡിൽ കാണുന്നുണ്ട് ഊട്ടുപുറന്ന് കേട്ടാ. നമ്മളിവിടെ എത്തി. നമുക്ക് കയറിയിട്ട് ഇവിടുത്തെ അമ്പലത്തിന്റെ കാഴ്ചകളെല്ലാം കാണാം. സ്വാമി ശരണം. സ്വാമി എത്രാമത്തെ പൈസ മലക്കും? രണ്ടാമത്തെയാ? ആദ്യത്തെ പൈസ പോയിട്ട് എന്തുണ്ട് അനുഭവം? നല്ല ഇതാണ്. അതെയാ? പിന്നെ കൊറോണക്ക് മുന്നേ പോയതാണ്. ആ, പിന്നെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അതെയാ? ഇപ്പൊ രണ്ടാമത് പോകുന്നതാണ്. എവിടെയാ വീട്? ഇവിടെ അയ്യപ്പൻ്റെ മേലെയാ? ഇവിടെ യാത്ര എവിടുന്ന? അപ്പൊ ഇവിടെ ഈ അമ്പലത്തിൽ തന്നെ പോവോ? അല്ല, കുന്നാവുന്ന. എന്നാ പേര് സ്വാമിന്റെ? വസന്ത. കണ്ടതിൽ വളരെയധികം സന്തോഷം. നിങ്ങള് ആദ്യം പോന്നല്ല? അല്ല, ഞാൻ കുറെ പ്രാവശ്യം പോയതാ. അമ്മ ആദ്യമായിട്ടാ. അതെയാ? ശരി, അയ്യപ്പ ശരണം. ചങ്ങായിമാരെ, അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട് ഇവിടെ. അയ്യപ്പൻ്റെ ക്ഷേത്രം പുറത്തിറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് അല്ലേ? എവിടെയാണ് നിങ്ങള്? ഇത് കുറേ വർഷം പഴക്കമില്ല? അതെയാ? ഈ അമ്പലം ഒഴലൂർ മഹാവിഷ്ണു ക്ഷേത്രം എത്ര വർഷം പഴക്കമുണ്ടാവും? കാണുമ്പോൾ നല്ലൊരു പഴക്കം തോന്നുന്നുണ്ടല്ലേ? എത്രയോ അത്രക്ക് പുരാതന കാലമുള്ളതാന്നാ പറയുന്നത്.
നിങ്ങളെ പേരെന്താ? ആൾക്കാരുടെ വന്നിട്ട് പേരെന്താ നിങ്ങളെ? എൻ്റെ പേര് ജാനകി. ഞാനിവിടെ 10-40 വർഷമായി പരിപാലിക്കുന്നു. അതെയാ? എന്നിട്ട് അങ്ങനെ ദൂരേന്ന് ഒരു നമ്പൂരി, ഒരു സന്യാസിയായ ആളാണ്. വരുമ്പം ഞാനിവിടുന്ന് അടിച്ചുമായിരുന്നു. എന്നോട് പറഞ്ഞു ഒരു പ്രതീക്ഷയും ഞാനൊന്നും പൈസ ഒന്നും മേടിക്കൂല. ഇത് പറഞ്ഞു ഇവിടത്തേക്ക് വേണ്ടി എല്ലാം ചെയ്ത പുഷ്പം പറിച്ചിട്ടാ വരും. അത് ദിവസം അപ്പുറം അടിച്ചു വാരി ആടിയും വെച്ച് അടിച്ചു തെളിച്ച് ഇവിടെ വരും. അത് ചെയ്താൽ മതി. എന്നിൻ്റെ ഇപ്പോൾ കുറച്ചൊക്കെ 5 മണിക്ക് നമ്മൾ ഒരു പൂജക്ക് ഇരുന്നതിന്, പൂജ ഒരു ധ്യാനത്തിന് ഒരരി വെച്ച് അതിൻ്റെ അകത്തൊരു തേങ്ങ വെച്ച് ആ തേങ്ങ നമ്മൾ രാവിലെ ജപിക്കാൻ തുടങ്ങി സന്ധ്യ വിളക്കത്തിക്കുന്നവരെ ജപിച്ചു. അന്നേരം ആ തേങ്ങ ഇങ്ങനെ കയറി വന്നു. ഇത് നാരായണനെയും രാമനെയും വിളിക്കുന്നു. അത് ഈ അമ്പലം തേച്ച് ഞെറുങ്ങും അങ്ങനത്തെ വിളി. അയാൾ എങ്ങനെയാ ഇങ്ങനെ ആ സമയം വരെ ഞാനിരുന്നു. എന്നിട്ട് വിളക്കന്തതിന് ശേഷം അപ്പടെ പോയി. പിന്നെ അയാളെ കാണാൻ ദുരിദൂരെ അത്ര വരെ ആളില്ല. ദുരിദൂരെ അപ്പടെ അയാൾ പോയി. അങ്ങോട്ടേക്ക് ഒരാളെ കണ്ട് സ്വാമിനെ കണ്ടുമുട്ടി. ഞാൻ രാജസ്ഥാനിലെല്ലാം എത്തി. എന്നുവെച്ചാൽ ഞാൻ ബ്രഹ്മകുമാരീസിൽ അവിടെ ഭഗവാന്റെ ഒരു പിന്നെ ബ്രാഹ്മണ കുട്ടിയായി മാറി. വാ, ഒരു 3 മാസമായി ഞാൻ പോന്നു. നിങ്ങൾ ആരാണെന്ന്, സ്വാമി ആരാന്ന് എന്നറിയാ? സ്വാമി കഴുത്തിൽ മാലിയിട്ട ഇപ്പൊ സ്വാമിയായി. ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ആത്മാവെന്നറിയാ. ഞാൻ ആത്മാവാണ്. ശിവൻ, മറ്റാള് പറയും തൃക്കണ്ണ് ശിവനാണ്. ശിവനല്ല തൃക്കണ്ണ്. നമുക്ക് ജ്ഞാനക്കണ്ണുണ്ട്. അടിയാ നമ്മൾ ഈ ചന്ദനം വെക്കുന്നത് ഭൃഗുടി എന്ന് പറയൂട. 2 വിരികത്തിന്റെ നടുക്ക് ബ്രഹ്മാവ്, പിന്നെ ആത്മാവും ബ്രഹ്മാവും പരമാത്മാവും, ഈ 3 ശക്തി. നമ്മൾ 30 കോടി ദൈവത്തിന്റെ അടുത്തും പോണില്ലേ? അന്നേരം പറയും മുകളിലൊരാളുണ്ട് എന്നല്ലേ നമ്മൾ പറയുന്നത്. ആ മുകളിലുള്ള ആളാണ് പരമാത്മാവ്. ഈ ശങ്കരൻ്റെ, പിന്നെ ബ്രഹ്മാവും വിഷ്ണുവും ശങ്കരനെല്ലാം ജനിച്ചിട്ട് മരിച്ചുകൂട്ടാണ്. ഇവരീ അച്ഛൻ, ഈ ശങ്കരന്റെ അച്ഛനാണ് ശിവലിംഗം എന്ന് പറഞ്ഞാൽ അതൊരു അദൃശ്യ രൂപമാണ്. ആ അദൃശ്യ രൂപം പിന്നെ ബ്രഹ്മാണ്ടത്തുനിന്ന് ഇറങ്ങി വന്ന് ഈ നാട്ടിൽ കൊത്തലും കലിയുള്ളടുത്ത്, പിന്നെ കലിയുഗത്തിൽ നാട് നന്നാക്കാൻ വേണ്ടി ഭഗവാൻ താഴ്ത്തിറങ്ങിയതാണ്. താഴ്ത്തിറങ്ങി ഈ അദൃശ്യരൂപം ഒന്നുമില്ലാത്തൊരു വെളിച്ചല്ല. അന്നേരം ആ വെളിച്ചം ബ്രഹ്മാവിലെ കൂടിയാണ് നമുക്ക് ജ്ഞാനം തരുന്നത്. അങ്ങനെ നമുക്ക് 2 അച്ഛന്മാർ. അന്നേരം മേരാ ബാബ എന്നാ പറയുക ഈ അദൃശ്യ രൂപത്തിന്. അത് നമ്മൾ യോഗയിലെ കൂടി ശരിക്കും ആ വെളിച്ചം കാണും. നമ്മൾ സത്യസന്ധതയിലും ആരെ കുറ്റവും കുറവും പറയാണ്ടും എല്ലാ ആളെ സ്നേഹിക്കാനും എല്ലാം പഠിക്കും. മുഖത്തിൽ നമ്മൾ ഈ ജ്ഞാനം, പവിത്രത, ശാന്തി, ശക്തി, സുഖം, ആനന്ദം, ഈ 3 ഇതിലെ കൂടി. പിന്നെ കണ്ണ്, ഇത് പിന്നെ തല, നെറ്റി, കണ്ണ്. ഇത് കണ്ണ് സ്നേഹത്തിൻ്റെതാണ്. പിന്നെ മുഖം, നെറ്റി, ഇങ്ങനെ ഈ 5-6 ശക്തികളുണ്ട്. ഇതിലെ കൂടി നമുക്ക് ഭഗവാൻ നമുക്ക് ശക്തി തന്ന് നമ്മളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ എന്തെല്ലോ പറഞ്ഞു തരാനുണ്ട്. ഇപ്പം ചെറിയ പറയുന്നത് അതാണ് ജ്ഞാനക്കണ്ണ്. നമ്മളുടെ ഇത് ജ്ഞാനക്കണ്ണാണ്. ഇതാണ്. ഞാനത് അപ്പുറത്തേക്ക് കൂടിയ പോവുക. ഞാൻ ഇങ്ങോട്ട് വന്നു. ഇത് ഇവിടുന്ന് കാണുന്നിടത്തുണ്ടെങ്കിൽ ഇനിയിപ്പം വേഗം പോയിട്ട് അങ്ങേക്ക് പോകണം. ആടെ മുരളി കേൾക്കണം. അതാണ് ഭഗവാൻ പറയും, എൻ്റെ ഓമന സന്താനങ്ങളെ നിങ്ങൾ ഇത്രയും കാലമായിട്ട് എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എനക്കൊന്നും വേണ്ട. എൻ്റെ മധുരമധുരമായ കുട്ടികളെ എന്നെ നിങ്ങൾ തിരിച്ചറിയും. വിറ്റ് ബാബാ ബാബാ മധുരമുള്ള കുട്ടികൾ വിൽക്കുക എന്നാ. അതാ പറയുന്നത്. അതാ മുരളീൻ്റെ ക്ലാസ് എടുക്കുക. ആ ഗേറ്റ് തുറന്നിട്ട് കേൾക്കും. ഇതൊരു പ്രദക്ഷിണം വെച്ചിട്ട് പോകുമ്പോൾ ഈ ഗേറ്റ് അടി അടച്ചോട്ടാ. എന്നാ ശരി, നമുക്ക് ഇത്രയും അറിവുകള് പകർന്നതിന് സന്തോഷം. അതെ, നിങ്ങളെ കണ്ടത് വലിയൊരു ഭാഗ്യമായിട്ടായിരുന്നു. പിന്നെ ബ്രഹ്മാവിലെ കൂടി സ്ഥാപന, വിഷ്ണുവിലെ കൂടി പാലന, ശങ്കരനിലെ കൂടി വിനാശം, ത്രിമൂർത്തിയിലെ കൂടി ശിവൻ. ഇതും
ഇതെല്ലാം ഭഗവാൻ നമ്മൾ പഠിപ്പിക്കുന്നത്. എന്തെല്ലോ പഠിച്ചിട്ടുണ്ട്, എല്ലാം പറഞ്ഞു തരാൻ സമയമില്ല. അതെ, എന്നാ ശരി. എന്നാലും ഇനി നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ആത്മാവ്, സത്യസ്വരൂപനായ ആത്മാവ്, ജ്ഞാനസ്വരൂപനായ ആത്മാവ്, ദിവ്യസ്വരൂപനായ ആത്മാവ്, ശാന്തി സ്വരൂപനായ ഓം ശാന്തി നമ്മൾ ആരെ കാണുമ്പോൾ പറയാം ഓം ശാന്തി. അങ്ങനെ ഇത് പറഞ്ഞാൽ മതി. നമ്മൾ ആത്മാവാന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, ആത്മാവും ബ്രഹ്മാത്മാവും പരമാത്മാവും, ഈ 3 ശക്തി. നിങ്ങളെ സ്വാമീനെ കണ്ട് മുട്ടിയത് ഇങ്ങനെ കാലല്ല, ഇങ്ങനെ നിർത്താതൂടോ, ഇങ്ങനെ അങ്ങനെ. ചങ്ങായിമാരെ, നമ്മൾ അയ്യപ്പൻ്റെ അടുത്തു നിന്നും ഇറങ്ങിയിട്ടാ. ഈ 2 അമ്പലത്തിലും നമ്പൂതിരിമാർക്ക് തിരക്കും എല്ലാം ആയതുകൊണ്ട് ഒന്നും പറഞ്ഞുതരാൻ പറ്റിയില്ല. അതിന് മാത്രം ഇപ്പം കണ്ട അമ്മ ഒരുപാട് പറഞ്ഞു തന്നല്ലേ നമുക്ക് നല്ല അറിവും ഒരുപാട് അറിവും വിവരവും എല്ലാം ആണ്. പക്ഷേ അമ്മമ്മക്ക് പറയാൻ സമയവും ഇല്ല. ഒരുപാട് പറയണമെന്നുണ്ട്, സമയമില്ല. അവര് വന്നോണ്ട് നമ്മള് അയ്യപ്പൻ്റെ നടയിലും കൂടി എത്താൻ പറ്റി. ശരിക്ക് എല്ലാവരും ഇവിടെ വരുത്തുണ്ടോയെന്ന് സംശയമുണ്ട്. കാരണം അറിയാൻ പറ്റൂലല്ലോ. അമ്പലത്തിൽ നമ്മൾ 100 മീറ്റർ പോരാ, അതിലധികം ഉണ്ട്. 200 മീറ്റർ 200 മീറ്റർ ഉണ്ടാവും. നമ്മൾ പിന്നെ തിരുമേനിയോട് ചോദിച്ച് ഉപദേവന്മാർ പുറത്ത് ഉണ്ടോന്ന്. അയ്യപ്പനുണ്ട്, പുറത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. അവിടെ കൗണ്ടറിൽ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങോട്ടാ വരണ്ടേന്ന്. അപ്പോൾ അമ്മ നമുക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ നമ്മളെ കൂടെ തന്നെ വന്ന് കാണിച്ചു തന്ന് തൊഴുത് അവരങ്ങോട്ട് പോയി, നമ്മളിങ്ങോട്ടേക്കും വന്നു അല്ലേ. നമസ്കാരം. എന്താ പേര് നിങ്ങൾ? ബിപിൻ എന്നാണ് പേര്. ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണോ വീട്? തൊട്ടടുത്ത് തന്നെയാണ് വീട്. അമ്പലത്തിൻ്റെ ആരെങ്കിലുമായിട്ട് പ്രവർത്തിക്കുന്നതാണോ? അമ്പല കമ്മിറ്റിയിലുള്ളതാണ്, സെക്രട്ടറിയാണ്. കമ്മിറ്റി സെക്രട്ടറി അല്ലേ. ഈ അമ്പലത്തിൻ്റെ ഒറ്റനോട്ടത്തിൽ കാഴ്ചയിൽ പൗരാണികമായിട്ടുള്ള കാര്യങ്ങൾ നിലനിർത്തി പോകുന്ന ഒരു അമ്പലമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഉള്ളിൽ ഇപ്പോൾ അധികം അമ്പലങ്ങളിലും പോകുമ്പോൾ പരിഷ്കാരപരമായ ടൈൽസും അതും ഇതൊക്കെ ഇത് ചാണകം മെഴുകിയിട്ടാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ കാഴ്ചയിലും നല്ല പഴക്കം തോന്നുന്നുണ്ട്. ഏകദേശം എത്ര വർഷം പഴക്കം ഉണ്ടാവും അമ്പലത്തിന്? ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അത് ആദ്യം നമ്മുടെ അയ്യപ്പൻ ചാൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അയ്യപ്പൻ്റെ വനശാസ്താവുണ്ട്, അതായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ഇവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെ ഉള്ളത് കൊണ്ട് മഹാവിഷ്ണു ഭഗവാന്റെ ഒരു നേരിട്ടുള്ളൊരു ചൈതന്യം വന്നു എന്നാണ് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഒരു 41 ഇല്ലങ്ങൾ ആരാധിച്ചിട്ടുള്ളൊരു ക്ഷേത്രം കൂടിയാണിത്. പണ്ട് കാലത്ത് അത്രയും ഇല്ലങ്ങൾ ആരാധിച്ചിട്ടുള്ള മഹാക്ഷേത്രമാണ്. പിന്നെ അവസാനമായിട്ട് കേരളത്തിൽ ദ്രവ്യാവർത്തി സഹസ്ര കലശം എന്ന് പറയുന്ന കലശം കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം തന്ത്രവിദ്യാപീഠത്തിൽ തൃശ്ശൂർ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇല്ലത്ത് വന്നിട്ട് കരുമാരത്തില്ലത്ത് വന്നിട്ട് അന്വേഷിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം ഒന്ന് ചുരുക്കി പറഞ്ഞുതരാൻ പറ്റുമോ? ഒരുപാടുണ്ട് അറിഞ്ഞത്. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറേ പറയാനുണ്ടാവും. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 41 ഇല്ലങ്ങൾ ആരാധിച്ചുള്ള ക്ഷേത്രമാണ്. ആദ്യകാലത്ത് ചെറുക്കൽ കോവിലകത്തിൻ്റെ ഇതിൽ വരുന്നതാണെന്ന് പറയപ്പെട്ടു. പിന്നീട് 41 ഇല്ലങ്ങളിൽ കുറേ ഇല്ലങ്ങൾ നശിക്കപ്പെട്ടു. പിന്നെ കരുമാരത്തില്ലത്തിൻ്റെ ഇതിലാണ് ഇപ്പോൾ തന്ത്രവും ഊരായ്മയും ഉള്ളത്. അവരാണിപ്പോൾ തന്ത്രിയും ഊരായ്മയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ എടുത്തതിന് ശേഷമാണ് ഈ പറയുന്ന ദ്രവ്യാവർത്തി സഹസ്ര കലശമൊക്കെ ചെയ്തു എന്ന് പറയപ്പെടുന്നത്. അധികം അമ്പലങ്ങളിൽ ചെയ്യാത്തതാണ്. വലിയ ചിലവ് വരുന്നത് 400 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മളിവിടെ ഇപ്പം ലാസ്റ്റ് 2011 ഒരു കലശം കഴിഞ്ഞത്. നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ സ്വർണ്ണപ്രശ്നം വെച്ച സമയത്ത് പറഞ്ഞത് മുന്നേ ഇത്രയും വലിയൊരു കലശം കഴിഞ്ഞതിൻ്റെ ചൈതന്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളൊന്ന് ഇത് അഷ്ടകം തൊട്ട് ഉറപ്പിക്കുക മാത്രമേ, ബിംബത്തിന് ചെറിയൊരു ഇളക്കം ഉണ്ടായിരുന്നു, അതൊന്ന് ഉറപ്പിക്കുക മാത്രമേ വേണ്ടൂ. അതിനുശേഷം ഉത്സവം നടത്താമെന്നുള്ള രീതിയിൽ 2011 മുതൽ ഉത്സവം നടത്തി വരുന്നുണ്ട്. അതിനു മുന്നേ പണ്ട് കാലത്ത് ഇവിടെ ഊട്ടൊക്കെ നടക്കുന്നതായിരുന്നു പറഞ്ഞു. ഈ എല്ലാവർക്കും ഊട്ട് നടത്താൻ വേണ്ടിയിട്ടില്ല. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഊട്ടുപുറം എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. അപ്പോൾ നമ്മളതിന് ഒരു തെളിവായിട്ട് നമുക്ക് ഇവിടുന്ന് മണ്ണൊക്കെ നീക്കുന്ന സമയത്ത്
വലിയ കല്ലടപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നോക്കിയാൽ കാണാൻ പറ്റും ഊട്ടുവരയിൽ. അത് നമ്മൾ ഇവിടെ വൃത്തിയാക്കുന്ന സമയങ്ങളിൽ ആ സമയത്ത് ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ കണ്ടിങ്ങനെ കുറേ പൂട്ടിക്കിടന്നിട്ടില്ല, പക്ഷേ കുറേ അങ്ങനെ ഒരു ജീർണാവസ്ഥയിലുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ നമ്മൾ ഒരു 10-20 വർഷം മുന്നേ എല്ലാവരും കൂടെ ഒരു കമ്മിറ്റിയൊക്കെ ആക്കി അങ്ങനെയൊക്കെ ആയിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മണ്ണ് നീക്കുന്ന സമയത്ത് അതിൻ്റെ കല്ല് കാര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പോഴും എല്ലാ മാസവും തിരുവോണത്തിന് നമ്മൾ തിരുവോണ ഊട്ട് നടത്തി വരുന്നുണ്ട്, എല്ലാ നക്ഷത്രത്തിലും, തിരുവോണ നക്ഷത്രത്തിൽ. പിന്നെ ഉപദേവനായിട്ട് ഗണപതിയുണ്ട്. തെക്കോട്ട് തിരിഞ്ഞ ഗണപതിയാണ്. നമ്മൾ മഹാഗണപതി ക്ഷേത്രമില്ലേ, വെള്ളത്തിലൊക്കെ കാണുന്ന പോലെ തെക്കോട്ട് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുള്ള അത്രയും ശക്തിയുള്ള ഗണപതിയാണ്. പിന്നെ ദക്ഷിണാമൂർത്തി ഭാഗത്തിൽ ശിവനുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞ അയ്യപ്പൻ്റെ വനശാസ്താവായിട്ട് അയ്യപ്പനുണ്ട്. പിന്നെ പാടിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അഷ്ടനാഗവനം, ഈ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള നാഗ ഒരു ദേവതയും കൂടിയുണ്ട്. പിന്നെ തൊട്ട് മുന്നിൽ തന്നെ ഒരു നമ്മുടെ ഇവിടെ പുതിയ ഭഗവതി എന്ന് പറഞ്ഞിട്ട് തെയ്യം കഴിക്കുന്ന ഒരു സ്ഥലവും കൂടിയുണ്ട്. അതല്ല ഈ അമ്പലമായിട്ട് അതല്ല ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളായിട്ട് തന്നെ വരുന്ന കാര്യങ്ങളാണ്. അത് പിന്നെ കുളശ്ശേരി ഗ്രാമക്ഷേത്രം എന്നാണ് പറയുന്നത്. കുളശ്ശേരി ഗ്രാമത്തിൻ്റെ ക്ഷേത്രം, ഗ്രാമദേവനായിട്ടാണ് അറിയപ്പെടുന്നത്. അത് ഈ ഉയരത്തിലിങ്ങനെ സ്റ്റെപ്പ് ഏരിയ വന്നിട്ടുള്ള ഇതിൽ നിന്ന് പറയുന്നു. പിന്നെ മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ ചതുർബാഹുവായിട്ടുള്ള ഏറ്റവും ഇതായിട്ടുള്ളൊരു വിഗ്രഹമാണുള്ളത്. അതെല്ലാ ആൾക്കാർ വന്നു കഴിഞ്ഞാലും പറയും, പുറത്തുനിന്നുള്ള നമ്പൂരിമാർക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണല്ലേ ഇത്രയും കാര്യങ്ങളുള്ളത്. ഇപ്പം നമ്മളിപ്പം ഓരോ പണികളായിട്ട് ഇങ്ങനെ തുടർന്ന് വരുന്നു. ഇപ്പം ഈ ചുറ്റുമതിലിൻ്റെ പണി കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയതായിരുന്നു. ഈ മുൻഭാഗം ഈ ഭാഗത്തൊക്കെ ഒളിഞ്ഞു കിടക്കുന്നതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം കെട്ടി. ഇനി ഈ ഭാഗത്തിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പണികൾ ഇന്നും ബാക്കിയുണ്ട്. ഗോപുരം, ബാക്കിലുള്ള ഗോപുരം, ഊട്ടുവര പുതുക്കി പണിയാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ബാക്കിയുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലമ്പലവും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടുള്ള, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെട്ടത്. അതെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ടൈലിട്ട് തരാമെന്നൊക്കെ 2 പേര് വന്നിട്ട് പറഞ്ഞിട്ട്, നമ്മളായിട്ട് പറഞ്ഞതാണ് വേണ്ട, അത് ആ ഒരു പഴമയിൽ തന്നെ നിന്നോട്ടെ. എല്ലാ കൊല്ലത്തിലും 2-3 തവണ ചാണകം മെഴുകിയിട്ട് വൃത്തിയാക്കും. നമ്മളിപ്പോൾ ഒരുപാടില്ലെങ്കിൽ ഒരു 10-15 അമ്പലങ്ങളിൽ പോയി, എവിടെയും കാണാത്തൊരു പ്രത്യേകത നമ്മൾ ആ രീതിയിൽ തന്നെ നിർത്തിക്കുന്നതാണ്. എന്താ വെച്ചാൽ ആ പഴമേലം തന്നെ നിന്നോട്ടെ എന്നുള്ള രീതിയിൽ. നമ്മളിവിടെയുള്ള മാതൃസമിതി അംഗങ്ങളുണ്ട്. അവർ ഓരോ പരിപാടികൾ വരുന്ന സമയത്ത് ഉള്ളിൽ ചാണകം മെഴുകി വൃത്തിയാക്കും. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്ന് പറയുന്നത് കരുമാരത്തില്ലത്തുകാരാണ് എപ്പോഴും തന്ത്രിയും ഒരാളിനുമായിട്ടുള്ളത്. പിന്നെ മേൽശാന്തി എന്ന് പറയുന്നത് നന്ദൻ നമ്പൂരിയാണ്. പിന്നെ ഇവിടെ ഒരു കഴകം വേറൊരു ഉണ്ണികൃഷ്ണ വാര്യർ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ മാരാറ് എന്ന് പറയുന്നവർ ഇവിടെയുള്ള പടിഞ്ഞാറ് വീട്ടുകാരാണ് മാരാറ് എന്ന് പറഞ്ഞിട്ടുള്ള അടിയന്തരക്കാരുള്ളത്. ഇത്രയും ആൾക്കാരാണ് ക്ഷേത്ര ജീവനക്കാരായിട്ട് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി എന്ന് പറയുന്നത് ജനകീയമായിട്ട് എല്ലാവരും കൂടെ നാട്ടിലുള്ളവർ കൂടി ചേർന്നിട്ടാക്കിയിട്ടുള്ളൊരു കമ്മിറ്റിയാണ് ഇപ്പം നിലവിൽ നടത്തിക്കൊണ്ടുപോകുന്നത്, ക്ഷേത്രം നടത്തിക്കൊണ്ടുപോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ പറയാനാണെങ്കിൽ പിന്നെ ഒരുപാടുണ്ട്. അതെ അതെ. ഏതായാലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. താങ്ക് യു. നമ്മളെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡൻറ്റ് കൃഷ്ണനാണ്. അപ്പം നിലവിലിപ്പം 2-3 വർഷമായിട്ട് പ്രസിഡൻ്റായിട്ടുള്ള ആൾക്കാരാണ്. ഇദ്ദേഹം തന്നെ നിങ്ങൾ ഒരുപാട് വർഷമായി ഇതിൽ? ഞാൻ കുറേ വർഷമായി കമ്മിറ്റിയിലുള്ള തന്നെയാണ്. ഏകദേശം ഒരു 10-23 വർഷമായിട്ട് നമ്മൾ ചെറുപ്പം മുതലേ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സന്തോഷം കണ്ടതിൽ. ആയിക്കോട്ടെ, ശരി. ചങ്ങായിമാരെ, നമ്മൾ നണിയൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലും ഊട്ടുപുറം മഹാവിഷ്ണു ക്ഷേത്രത്തിലെല്ലാം പോയിട്ട് വീട്ടിലെത്തി. ആദ്യം ഐതിഹ്യം കിട്ടിയിട്ടാണ് പറഞ്ഞത്, പിന്നെ 2 സ്ഥലത്തേതും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നണിയൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയായിരുന്ന ആള് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ കേട്ടു. പേര് ചോദിച്ചു, പേര് വാസ്തവത്തിൽ മറന്നുപോയി. അതങ്ങനെ പറയും. നമുക്കെന്നാ പറയും, എനിക്ക് നല്ല തന്നെ എന്തെന്നാന്ന് പറയുന്നത്. അപ്പോൾ ചങ്ങായി പറയാം, നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ. നിങ്ങളുടെ സ്വന്തം നിജിയും അമ്മയും.